ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ദിവസം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. മഹത്വത്തിൻ്റെ പ്രത്യാശയായിരിക്കുന്ന ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു എന്ന് അപ്പോസ്തലനായിരിക്കുന്ന കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു. ഹല്ലേലൂയ. എത്ര ശ്രേഷ്ഠകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ദൈവം അടുത്തുകൂടാൻ വയ്യാത്ത വെളിച്ചത്തിൽ അധിവസിക്കുന്ന ദൈവം, പഴയ നിയമ കാലഘട്ടത്തിൽ മഹാപുരോഹിതനായിരിക്കുന്ന ആ ഒരു വ്യക്തിക്ക് മാത്രം ആണ്ടിൽ ഒരിക്കൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, ആ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വസിക്കുന്ന ആ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു പോകുവാൻ അവസരമുണ്ടായിരുന്നപ്പോൾ വേറെ ആർക്കും, ഒരു മനുഷ്യർക്കും ആ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടക്കുവാൻ കഴിയാതിരുന്ന സ്ഥലത്ത് ഇവിടെ പറയുന്നു, ആ മഹത്വത്തിൻ്റെ പ്രത്യാശയായിരിക്കുന്ന ക്രിസ്തു നമ്മുടെ ഉള്ളിലിരിക്കുന്നു. ഹല്ലേലൂയ. എന്തുമാത്രം പ്രിവിലേജ്ഡ് ആയിരിക്കുന്ന ജനമാണ് നാം. ഈ തേജസ്സിൻ്റെ കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ടെന്നൊരു ബോധ്യം എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. പക്ഷേ പലപ്പോഴും നാം അതറിയാതെ ജീവിതത്തിൽ വില ഇല്ലാത്തവരായി, നാം പല കുറവുകളുള്ളവരായി, തകർച്ചയിൽ കിടക്കുന്നവരായി ഒക്കെ നാം മാനുഷികമായി മാത്രം ചിന്തിച്ചു പോകുന്ന സ്ഥാനത്ത് നാം ഈ പ്രാർത്ഥനയിൽ അടുത്തു വരുമ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ സ്വർഗീയ പദവികളെക്കുറിച്ചൊക്കെ ആ അറിവുള്ളവരായി, ആ ഉത്തമ ബോധ്യം ഹൃദയത്തിൽ ഉണ്ടായിരിക്കുവാൻ, ആ പ്രാഗൽഭ്യത്തോടു കൂടി നമുക്ക് ജീവിക്കുവാൻ കഴിയേണ്ടതിനായി നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കർത്താവെ, ഉയരത്തിൽ അധിവസിക്കുന്നവനായിരിക്കുന്ന ദൈവം, സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവും എന്ന് അരുളി ചെയ്തിരിക്കുന്ന കർത്താവെ, അവിടുത്തെ പാദപീഠത്തിൽ നിന്ന് ഇന്ന് പകൽക്കാലവും ദൈവമേ ഞങ്ങൾ സ്വർഗത്തിലേക്ക് നോക്കി കർത്താവെ, ഞങ്ങളുടെ അപേക്ഷകൾ, പ്രാർത്ഥനകൾ, സങ്കടങ്ങളെല്ലാം ദൈവമേ അർപ്പിക്കുവാനായി കടന്നു വരുമ്പോൾ അപ്പച്ച അങ്ങ് ഞങ്ങളിൽ പ്രസാദിക്കണമേ. ഞങ്ങൾക്ക് അങ്ങേ സ്തുതിക്കേണ്ടുമെന്ന് സ്തുതിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയം ദൈവമേ എപ്പോഴും ആരാധനയാൽ നിറഞ്ഞിരിക്കുവാൻ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച, എൻ്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്കുക എന്ന് ഫറവോനോട് പറഞ്ഞ് ആ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തിനെ ദൈവമേ വിടുവിച്ച് കൊണ്ടുവന്നതുപോലെ, ദൈവത്തെ ആരാധിക്കുവാൻ, യഹോവയെ ആരാധിക്കാൻ വേണ്ടി കൊണ്ടുവന്നതുപോലെ ഈ ദിവസങ്ങളിൽ കർത്താവെ, ഞങ്ങൾ മാനസികമായോ ശാരീരികമായോ ഏതെങ്കിലും രീതിയിൽ കർത്താവെ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കുടുങ്ങിക്കിടക്കുന്നുവെങ്കിൽ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്നില്ല, സ്തുതിക്കുവാൻ കഴിയുന്നില്ല, ദൈവമുഖത്തേക്ക് നോക്കുവാൻ കഴിയുന്നില്ല. കർത്താവെ, പലപ്പോഴും അധരങ്ങൾ ദൈവമേ അങ്ങയെ സ്തുതിക്കുന്നുണ്ടെങ്കിൽ ഹൃദയം എവിടെയൊക്കെയോ വീണുപോയ അവസ്ഥകളിലായിരിക്കുന്നു എങ്കിൽ പൂർണ്ണമായി കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശരീരത്തോടെ, പൂർണ്ണ ബലത്തോടെ ദൈവമേ അങ്ങയെ അന്വേഷിക്കുവാൻ, അവിടുത്തെ ആരാധിക്കുവാൻ, അങ്ങയെ സ്നേഹിക്കുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണം. അപ്പച്ച, ഈ ലോകത്തിൽ അനേക കോടി മനുഷ്യരുള്ളതിൽ നിന്ന് അങ്ങ് തിരഞ്ഞെടുക്കപ്പെട്ടൊരു കൂട്ടമാണല്ലോ അപ്പ ഞങ്ങൾ. ദൈവമേ, ഞങ്ങൾ പോലും ചതിക്കപ്പെട്ടു പോകുവാൻ ഇടവരുത്തരുത്. പിശാച് ദൈവമേ ഞങ്ങളെ പല കുടുക്കുകളിൽ, കെണികളിൽ അകപ്പെടുത്തി ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് അകന്നു പോകുവാൻ, ആ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ദൈവമേ കൃപയിൽ ഞങ്ങൾ എവിടെയൊക്കെയോ മാറിപ്പോകുവാൻ ഒന്നും ഇടവരുത്തരുതപ്പച്ച. ഞങ്ങളുടെ ഭവനങ്ങൾ സ്തുതി കൊണ്ട് നിറയട്ടെ, ഞങ്ങളുടെ അധരങ്ങളിൽ ദൈവത്തിൻ്റെ ആരാധന ഉയരട്ടെ. ഞങ്ങൾ കടന്നു പോകുന്ന മേഖലകളിലെല്ലാം ആ ദൈവ സാന്നിധ്യം മറ്റുള്ളവരെ കർത്താവിങ്കിലേക്ക് സ്വാധീനിക്കുന്നവരായി തീരുവാൻ അവിടുന്ന് ദൈവമേ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. പിശാച് ഞങ്ങൾ വിട്ട് ഓടിപ്പോകുവാൻ, സാത്താൻ്റെ പ്രവൃത്തികൾ ഞങ്ങളിൽ നിന്ന് അകന്നു പോകുവാൻ ദൈവമേ പലപ്പോഴും ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാരം, ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ ഒക്കെ ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുവാൻ മറ്റൊരു വ്യക്തിയെ ഞങ്ങൾക്ക് കാണാതിരിക്കുമ്പോൾ കർത്താവെ, അതുപോലുള്ള ദൈവദാസന്മാരെ, കുടുംബങ്ങളെ ഒന്നും ഞങ്ങൾക്ക് ദൈവമേ ദിവസങ്ങളിൽ കാണാതിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവകൃപയാൽ പിശാച് ഞങ്ങളെ വിട്ട് ഓടിപ്പോകുന്നത് കണ്ട് ദൈവമേ സന്തോഷിക്കുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവെ ആത്മാവിൽ ദൈവമേ ബലമുള്ളവരാക്കി അവിടെ നിന്ന് തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച. ഭൂമിയിൽ ദൈവമേ ഇസ്രായേലിനെ പ്രശംസാ വിഷയമാക്കുവോളം യഹോവയെ ഓർമ്മിപ്പിക്കുന്നവരെ അവന് സ്വസ്ഥത കൊടുക്കരുതെന്ന് ഈ യെശയ്യാ പ്രവാചകനിൽ കൂടി പ്രാർത്ഥിക്കുന്നവരെ കുറിച്ച് ദൈവമേ അവിടെ നള്ളി ചെയ്തിരിക്കുന്നത് പോലെ ചില വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ ഒരു മറുപടി വന്ന് ചില നിന്ദകൾ, ലജ്ജകൾ നീങ്ങിപ്പോയി കർത്താവെ, ചില കുടുംബങ്ങളെ, ചില വ്യക്തികളെ ഒക്കെ അവിടെ നിന്നൊരു മാനമാക്കി തീർക്കുന്നതിനായി പ്രാർത്ഥനയിൽ പൊരുതുന്നവർ ശക്തിയോടുകൂടി ദൈവമേ, അത് എത്ര ദൈവമേ താമസിച്ചു എന്ന് തോന്നിയാലും ദൈവമേ നിരാശപ്പെട്ട് മാറിപ്പോകാതെ ഉറച്ചു നിന്ന് പ്രാർത്ഥിക്കുവാൻ, ചില വിഷയങ്ങളിൽ പൊരുതി ജയിക്കുവാൻ അവിടെ നിന്ന് ഇവരെ സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച. സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഇത് അന്ത്യകാലം കർത്താവെ, ശത്രു പ്രബലനായിക്കൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. ദൈവമേ, ഞങ്ങളെ തന്നെ ഒരുക്കി കാത്തിരിക്കുവാൻ, ശുദ്ധവും ശുഭ്രവുമായുള്ള ദൈവമേ വസ്ത്രം ധരിക്കുവാൻ,
കറാമാലിന്യം, വാട്ടം, ചുളുക്കം എന്നിവയില്ലാതെ ഞങ്ങളെയും ഞങ്ങളുടെ മനസ്സിനെയും ആത്മാവിനെയും ഒക്കെ സൂക്ഷിക്കുവാൻ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ഹല്ലേലൂയ. ദൈവമേ, കുറെ കൂടി ഉറക്കം, കുറെ കൂടി നിദ്ര, കുറെ കൂടി കൈകെട്ടി കിടക്കുക, അങ്ങനെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും ആയുധ പാണിയെ പോലെയും വരുമെന്ന് വചനത്തിൽ പറയുന്നത് പോലെ ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ജീവിതം ഉറങ്ങി തീർക്കുവാനുള്ളതല്ല കർത്താവെ. മൊബൈൽ ഫോണിലും മറ്റിലും ദൈവമേ കണ്ട് ഞങ്ങളുടെ സമയം പാഴാക്കി കളയുവാനുള്ളതല്ല. ജാഗ്രതയോടെ ദൈവമേ ചില വിഷയങ്ങളിൽ കരുതുവാൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ, എപ്പോഴും സ്തുതിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ദാരിദ്ര്യം മാറിപ്പോകട്ടെ ദൈവമേ. സ്തോത്രം ചെയ്യുന്ന ഞങ്ങളെ ഞെരുക്കിക്കളയുന്ന ഞെരുക്കങ്ങൾ, ശൂന്യതകൾ, അതിൽ നിന്നെല്ലാം പ്രാർത്ഥിച്ച് മുന്നേറുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഭൂമിയുടെ ആദായങ്ങൾ വർദ്ധിക്കട്ടെ, ബിസിനസ്സിൻ്റെ അതിരുകൾ വിശാലമാകട്ടെ കർത്താവെ. ജോലിയിൽ ദൈവമേ വർധനമുണ്ടാകട്ടെ, സാലറിയിൽ ഹൈറ്റ്സ് ഉണ്ടാകട്ടെ കർത്താവ്. ഒപ്പച്ച ദൈവമേ ചില ഭവനങ്ങൾ വിൽക്കുവാൻ, വാങ്ങുവാൻ, ദൈവമേ പ്രോപ്പർട്ടികൾ വിൽക്കുവാൻ, വാങ്ങിക്കുവാൻ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന്മേൽ ദൈവമേ വേഗത്തിൽ ചില ദൈവമേ നടപടികൾ വരുവാൻ, ചില കേസിൻ്റെ ദൈവമേ ബന്ധനങ്ങൾ അഴിയുവാൻ, ആ കുരുക്കുകളിൽ നിന്ന് പലത് സ്വതന്ത്രമാകുവാൻ, വ്യക്തികൾ പുറത്തു വരുവാൻ, ദേവദാസന്മാർ പുറത്തു വരുവാൻ, സഭകൾ, കുടുംബങ്ങൾ ഒക്കെ കർത്താവെ കേസുകളുടെ കുരുക്കിൽ നിന്ന് വിട്ടുമാറുവാൻ അങ്ങ് സഹായിക്കണമേ. കുടുംബ കോടതികളിൽ കിടക്കുന്ന ചില വിഷയങ്ങൾ അത്ഭുതകരമായി ഒരു പരിഹാരത്തിലേക്ക് എത്തുവാൻ സഹായിക്കണമേ. ഡിവോഴ്സ് എന്ന് ദൈവമേ ഹൃദയങ്ങളിൽ പറയുന്ന വ്യക്തികൾ അതിൽ നിന്ന് പുറത്തു വരട്ടെ. സൂയിസൈഡ് ടെൻഡൻസികൾ വിട്ട് ദൈവമേ ചില വ്യക്തികൾ പുറത്തു വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച. എല്ലാ മാനസിക തകരാറുകൾ മാറിപ്പോകട്ടെ. ഹൃദയത്തിൻ്റെ മുറിവുകൾ, ആന്തരിക സൗഖ്യം ഒക്കെ ദൈവമേ ജീവിതങ്ങളിൽ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച. ഹല്ലേലൂയ. സ്വർഗം ഈ ദിവസങ്ങളിൽ ദൈവമേ ഈ പ്രിയ കുടുംബങ്ങളിൽ സന്തോഷിക്കണമേ. സ്വർഗത്തിൻ്റെ വലിയ പ്രവൃത്തികൾ ഇവരിൽ വരട്ടെ. രോഗികൾ ദൈവമേ ഇന്ന് പൽക്കാലവും സൗഖ്യമാകട്ടെ പച്ച. ദൈവമേ ഓർഫനേജുകൾക്കായി, ഓൾഡ് ഏജ് ഹോമുകൾക്കായി ദൈവമേ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നവരെ, അതിൽ താമസിക്കുന്നവരെ ഒക്കെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അനുഗ്രഹിക്കുന്ന ദൈവം, കരുതുന്ന ദൈവം, ആശ്വസിപ്പിക്കുന്ന ദൈവം, കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവം കൂടെ ഇരിക്കണമേ അപ്പച്ച. കൈകാൽ വേദനകൾ ദൈവമേ, കൈ ഉയർത്തുവാൻ കഴിയാതെ, ഉയരങ്ങളിലേക്ക് നടക്കുവാൻ കഴിയാതെ കിതപ്പും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കുന്നവരെയെല്ലാം യേശുവൻ നാമത്തിൽ സൗഖ്യമാകുവാനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിദേശ രാജ്യങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒക്കെ ദൈവമേ അവരുടെ എല്ലാ ആവശ്യങ്ങളിലും മറ്റുള്ളവർക്ക് ആർക്കും മനസ്സിലാക്കുവാൻ കഴിയാതെ ഓരോ സ്ഥലങ്ങളിലും ടെൻഷനോടെ ഭാരത്തോടെയൊക്കെ ഇരിക്കുന്നവർക്ക് അത്ഭുതകരമായിരിക്കുന്ന ആശ്വാസവും വിടുതലും വഴികളും എല്ലാം അവർക്ക് മുന്നിൽ തുറക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഇന്ന് പകൽക്കാലവും ദൈവിക സമാധാനം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ നിറയപ്പെടട്ടെ. ഭവനങ്ങളിൽ ദൈവത്തിൻ്റെ സമൃദ്ധി വെളിപ്പെടട്ടെ കർത്താവേ. ആപത്തുകൾ, അനർത്ഥങ്ങളിൽ നിന്ന്, ദുഷ്ടമനുഷ്യരിൽ നിന്ന്, മൃഗങ്ങളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന് ജനത്തെ എല്ലാം യേശുവിൻ്റെ രക്തത്താൽ അങ്ങ് സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 12-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എന്മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന് ശേഷം സഭ കണ്ട ഏറ്റവും വലിയ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എഴുതിയ തൻ്റെ ജീവിതത്തിൻ്റെ ഒരവസ്ഥയിൽ, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ നിന്ന് എഴുതിയിരിക്കുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. എൻ്റെ കൃപ നിനക്ക് മതി, നിൻ്റെ ബലഹീനതയിൽ എൻ്റെ ശക്തി തികഞ്ഞു വരുന്നു. ഇത് പൗലോസിൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവിടെ പറയുന്നു, മുള്ളുപോലെ കുത്തുന്ന ഒരു പിശാചിൻ്റെ എന്തോ ഒരു ശൂലം അത് പൗലോസിൻ്റെ ജീവിതത്തിൽ, അത് കണ്ണിൻ്റെ കാഴ്ചക്കുറവാണോ, ശരീരത്തിൻ്റെ വൈകല്യങ്ങളാണോ, എന്താണെന്ന് നമുക്കറിയില്ല. എന്താണെങ്കിലും പൗലോസ് പല പ്രാവശ്യം അതിനു വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. ആ ബുദ്ധിമുട്ട് നീങ്ങിപ്പോകുവാൻ, ശരീരത്തിൽ നിന്ന് മാറിപ്പോകുവാനായി പ്രാർത്ഥിച്ചു. അവിടെ കർത്താവ് പറയുന്ന മറുപടിയാണ്, എൻ്റെ കൃപ നിനക്ക് മതി. ഈ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ന്യായപ്രമാണങ്ങളിൽ ഏറ്റവും അറിവുള്ള വ്യക്തിയായിരുന്നു. ആദ്യം ന്യായപ്രമാണത്തിന് വേണ്ടി തീഷ്ണത കാണിക്കുകയും പിന്നീട് സഭയ്ക്ക് വേണ്ടി തീഷ്ണത കാണിക്കുകയും ചെയ്ത പൗലോസിന് ധാരാളമായിട്ട് അടി കൊള്ളേണ്ടി വന്നു. പൗലോസ് കടന്നു പോകാത്ത ഒരു പ്രയാസങ്ങളുമില്ല. കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, കാട്ടിൽ ആപത്തുണ്ടായി, നാട്ടിൽ മറ്റുള്ളവരുടെ സഹോദരന്മാരുടെ, കള്ള സഹോദരന്മാരുടെ ആപത്തുണ്ടായി, യഹൂദന്മാരിലുള്ള ആപത്തുണ്ടായി, പലവട്ടം പട്ടിണി, അനേക ദിവസങ്ങൾ പട്ടിണി കിടക്കേണ്ടി വന്നു.
കോലിനാൽ അടി കൊള്ളേണ്ടി വന്നു, ആ വടിയാൽ അടി കൊള്ളേണ്ടി വന്നു, സിംഹങ്ങളുടെ കുഴിയിലേക്ക് കിടക്കേണ്ടി വന്നു, കാരണം മൃഗയുദ്ധം ചെയ്യേണ്ടി വന്നു. അവിടെയൊന്നും ആരും പൗലോസിന് തുണയില്ലായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ പലവട്ട ശീതം, പട്ടിണി, നഗ്നത, ആപത്ത്, വാള്, ഞെരുക്കം, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം വന്ന പൗലോസിൻ്റെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ചെയ്ത മനുഷ്യൻ ഒരു വശത്ത് ഇതെല്ലാം ചെയ്യുമ്പോഴും മറുവശത്ത് പൗലോസ് സഭകൾക്ക് വേണ്ടി ഒരിക്കലും മാറ്റമില്ലാത്ത ലേഖനങ്ങൾ എഴുതുകയാണ്. പൗലോസിൽ കൂടി വലിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടന്നു. മരിച്ചവർ എഴുന്നേറ്റു, നിഴൽ തട്ടുമ്പോൾ അത്ഭുതങ്ങൾ നടന്നു, രോഗികൾ എഴുന്നേൽക്കുകയാണ്, റൂമാൽ കൊണ്ടുപോകുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നു, മെയ്മേൽ നിന്ന് ശക്തി പുറപ്പെടുന്നു. ഇങ്ങനെയെല്ലാം ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ജാതികൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ചെയ്ത മനുഷ്യനാണ്. തൻ്റെ ശരീരത്തിൻ്റെ ഒരു ബലഹീനത മാറുവാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, എൻ്റെ കൃപ നിനക്ക് മതി, നിൻ്റെ ബലഹീനതയിൽ എൻ്റെ ശക്തി നിനക്ക് തികഞ്ഞു വരും. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളും ജീവിതത്തിൽ നിന്ന് ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇതൊന്നും നീക്കി തരണമേ, ഈ ഭാരം ഒന്ന് മാറ്റണമേ. നിങ്ങൾ ആലോചിച്ച് നോക്കുക പ്രിയപ്പെട്ടവരെ, ഇതൊന്നും ഇല്ലാതെ ഇരിക്കുന്നവർ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർക്ക് ചെയ്യുവാൻ കഴിയാത്ത എന്തെല്ലാം കാര്യങ്ങൾ ദൈവം നിങ്ങളിൽ കൂടി ചെയ്യുന്നു. അപ്പോൾ എല്ലാം മാറിയിട്ട്, എല്ലാ ബുദ്ധിമുട്ടും മാറിയിട്ട് ചിലതൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നതിനേക്കാളും നമ്മുടെ എല്ലാ ബലഹീനതകൾ ഇരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മെ കൊണ്ട് അതിനുപരിയായി വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ദൈവത്തിന് ഒരാലോചനയുണ്ടെങ്കിൽ ചിലതെല്ലാം അവിടെ ഇരുന്നാലും സാരമില്ല. ആ ബലഹീനതകൾക്ക് മുകളിൽ ദൈവം തൻ്റെ കൃപ തന്ന് നമ്മെ ചില വൻ കാര്യങ്ങൾ ചെയ്യുവാനായി ഈ നാളുകളിലും ബലപ്പെടുത്തും. അതുകൊണ്ട് എല്ലാം നീങ്ങിപ്പോകണമെന്നില്ല. ചിലതിരുന്നാലും എന്ത് വന്നാലും ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ഉറച്ചു നിന്ന് ഞാൻ എൻ്റെ കുടുംബത്തെ നേടും, ഞാൻ ഇതെല്ലാം ചെയ്യും എന്നൊരു വലിയ വിശ്വാസത്തിൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിന്ന് വരുവാനും ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ, ആമേൻ.